ഇന്ന് ഞങ്ങൾ സീനിയേഴ്സിന് കോളേജ് ഫെയർവെൽ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ് എല്ലാവരും. സംഭവം എന്തായാലും ഏകദേശം സ്റ്റേജൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അവർ വന്നാൽ മതി. അങ്ങനെ എന്തായാലും ഒരു പാട്ടൊക്കെ വെച്ച് അവരുടെ എൻട്രി എന്തായാലും സെറ്റാക്കിയാണ്. അപ്പോൾ പറഞ്ഞില്ല എന്ന് വേണ്ട, ഇതാണ് ഞങ്ങൾ സീനിയേഴ്സ്. അങ്ങനെ അവരെ എല്ലാവരും വെൽക്കം ചെയ്ത് അകത്തേക്ക് കയറ്റി. ഈ പുള്ളിക്കാരി എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക് കൊടുത്തു. പക്ഷേ എനിക്ക് തന്നില്ല. എന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങി. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിലെ പാട്ടുകാരികൾ സീനിയേഴ്സിന് വെൽക്കം ചെയ്തുകൊണ്ട് ആദ്യം തന്നെ ഒരു പാട്ട് പാടി. സംഭവം എന്തായാലും എല്ലാവരും പാട്ടിൽ ലയിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളെ ചെയർമാൻ ഇല്ലാതെ എന്താ ആഘോഷം? ആളി ഇവിടെ ഇരിപ്പുണ്ട്. ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി വരും എന്ന് പറയാറില്ലേ, അതിതാണ്. ഏതാ പോലെ ഒരു പവർ. അതിനിടക്കാണ് ബി.എഡിലെ 2 മച്ചാന്മാർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചെത്തിയത്. പിന്നെ കുറച്ച് നേരത്തേക്ക് ഫുൾ ഗെയിംസ് ആയിരുന്നു. സംഭവം എന്തായാലും നല്ല വൈബായിരുന്നു. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് അവർ ഓരോരുത്തരും അവരുടെ കോളേജിലെ മറക്കാനാവാത്ത അനുഭവങ്ങളെ പറ്റിയെല്ലാം പറഞ്ഞു. നമ്മളെ ടീച്ചേഴ്സ് പിന്നെ എല്ലാത്തിനും മുന്നേ തന്നെ ഉണ്ടാവും. ഇതിൽ എടുത്തു പറയേണ്ടത് ഖാലിദ് സാറിനാണ്. സാറാണ് മെയിൻ. പാട്ട് കഴിഞ്ഞ് ചേഞ്ചിന് പിന്നെ ഡാൻസ് ആയിരുന്നു. നമ്മുടെ ജാസ് സാറിനെ പിന്നെ പറയണ്ടല്ലോ, ആളൊരു ഓൾ ഇൻ ഓൾ ആണ്. പിന്നെ ഒരു ഗെയിമായിരുന്നു. എല്ലാവരും കസേര അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ചിലരുടെ കസേരയിൽ ടീച്ചേഴ്സിന്റെ പേര് എഴുതി ഒട്ടിച്ചിരുന്നു. ആ കസേര കിട്ടിയവർ ടീച്ചേഴ്സിനെ അഭിനയിച്ച് കാണിക്കണം. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. എന്താ മക്കളെ, വർക്കൊക്കെ ചെയ്തില്ലേ? എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ എക്സാം ഒക്കെ അടുത്ത് വരികയാണ്. എല്ലാവർക്കും അറിയാലോ. ഇങ്ങനെ നമ്മൾ പോയാ ശരിയാവില്ല. പരിപാടി കളറായി ടീച്ചേഴ്സൊക്കെ ഇവിടെ ഹാപ്പിയാണ്. അവതരിപ്പിച്ച് എല്ലാവരും ക്ഷീണിച്ചു. അപ്പൊ ഫുഡ് മുഖ്യം വെക്കില്ലേ. എന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. അങ്ങനെ അവസാനം ഗെറ്റ് ടുഗദറും കരച്ചിലും ബീച്ചിലും ക്ലീനിങ്ങുമായി ഫെയർവെൽ അവസാനിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ.